ആകെ ഏറ്റവും കൂടുതൽ താരതമ്യേന ജോലി കുറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി, നിലമ്പൂരുകാരനായ ഗസൽ മാന്ത്രികൻ ഷഹബാസമൻ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗത്തോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആളല്ല. ഷഹബാസമൻ സഖാവ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിൽ മൂന്നാം ഭരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് നിലമ്പൂരുകാരനായ ഷഹബാസമൻ പറഞ്ഞത്. ഷഹബാസമൻ മുതൽ നിലമ്പൂർ ആയിഷ വരെ, കെ സച്ചിദാനന്ദൻ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ മയ്യഴിയുടെ കഥാകാരനായ എം മുകുന്ദൻ, ലോക കേരളത്തിന്റെ പ്രതീകങ്ങളായ എല്ലാ മനുഷ്യന്മാരും ഇതേപോലെ ഞങ്ങൾ എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചോ അത് ഞങ്ങളെക്കാൾ മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി സഖാവ് സ്വരാജിന് വേണ്ടി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് താരതമ്യേന ഞങ്ങൾക്ക് ജോലി കുറഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കേരളം അഭിമാനത്തോടുകൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിന്റെ